ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. കുഞ്ഞു മക്കളൊക്കെ ഉള്ള അമ്മമാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു റെസിപ്പിയാണ് ഇൻസ്റ്റൻറ്റ് സിർലാക്കാണ് കേട്ടോ. ഇത് പല രീതിയിൽ ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഒരു കപ്പ് വൈറ്റ് അവലെടുത്തിട്ടുണ്ട്. ഇത് നൈസായിട്ടുള്ള അവലെടുക്കാം, അതില്ലാതെ നോർമലായിട്ടുള്ള അവലെടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു കപ്പ് മക്കാന എടുത്തിട്ടുണ്ട്. മക്കാന എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവില്ല, താമരവിത്താണ്. ഇത് നമ്മൾ ബേക്കറികളിൽ കിട്ടും, അതല്ലാതെ നട്ട്സിൻ്റെ ഒക്കെ ഷോപ്പുകളിലും കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വാൾനട്ടും പിന്നെ ബദാമും കാഷ്യൂസും എടുത്തിട്ടുണ്ട്. അതൊക്കെ കുറഞ്ഞ അളവിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫസ്റ്റിൽ തന്നെ അവലിട്ട് കൊടുക്കുന്നില്ല, കാരണം നൈസായിട്ടുള്ള അവലില്ല, അത് പെട്ടെന്നായി കിട്ടും. മറ്റേതൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കുമല്ലോ ഒന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒരു 3/4 ഭാഗത്തോളം ആയി വരുന്ന സമയത്താണ് അവലിട്ട് കൊടുക്കുന്നത്. ലച്ചുമോൾക്ക് ഒരു 8 മാസം ആയപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു സിർലാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഒരു 10 മാസമൊക്കെ ആയി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ നട്ട്സൊക്കെ കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പൊട്ടുകടലല്ലേ അത്, പിന്നെ ഓട്സ്, അതൊക്കെ ആഡ് ചെയ്തിട്ടും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ അതും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി നല്ലത് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മളിത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് വെള്ളമൊഴിച്ച് കുറുക്കിയെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് നേരിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് യാത്രയൊക്കെ ചെയ്യുന്ന ടൈമിലും പിന്നെ കുട്ടികളൊക്കെ രാവിലെ എണീറ്റിട്ട് പെട്ടെന്നൊക്കെ ഫുഡിന് വേണ്ടി വാശി പിടിച്ച് കറിയാണെങ്കിലൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇൻസ്റ്റൻറ്റ് സിർലാക്ക്. അത് തന്നെയാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സിർലാക്ക് പിന്നീട് നമ്മൾ കുക്ക് ചെയ്തിട്ടൊന്നുമല്ലല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നട്ട്സൊക്കെ ഒരു 3/4 ഭാഗത്തോളം റോസ്റ്റായി കിട്ടിയപ്പോൾ ഞാൻ അവലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് അളവ് എന്ന് പറയുന്നത്, റോസ്റ്റായെന്ന് നമുക്ക് അറിയണത് ഇത് ഈ ഒരു മക്കാനല്ലേ, ഇതെടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോരുട്ടാ. ഇപ്പം ഞാനിത് അമർത്തി നോക്കുമ്പോൾ ഇത് ചതയാണ് ചെയ്യുന്നത്. നമ്മുടെ പോപ്കോൺ തണുത്തിരിക്കില്ലേ, ആ ഒരു ടെക്സ്ചറാണ് നമ്മുടെ മക്കാനൊക്കെ ഉണ്ടാവുക. നന്നായിട്ട് റോസ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പൊട്ടിയിട്ട് പോരുട്ടാ. അപ്പോൾ അതാണ് കറക്റ്റ് അളവ്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയും കൂടുതൽ നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കൂടുതൽ സമയം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കരുത്, അത് കട്ട പിടിച്ച് പോട്ടാ. അതുകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കിത് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് തലേന്ന് പൊടിച്ചിട്ട് അരിച്ചിട്ട് ഇതുപോലൊരു പാത്രത്തിലാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നമ്മൾ മധുരത്തിനായിട്ട് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് ഒരു 2 സ്പൂണ് ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത്യാവശ്യം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ച സമയത്ത് ഭയങ്കര വെള്ളം കൂടുതലായ പോലെയൊക്കെ തോന്നിയിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ കട്ടയായി വീഴും കേട്ടോ. പിന്നെ ഞാൻ മധുരത്തിനായിട്ട് കുറച്ച് പനങ്കൽക്കണ്ടം ഉരുക്കി വെച്ചതായിരുന്നു കേട്ടോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ലച്ചുമോൾക്ക് കൊടുക്കുകയാണ്. അവൾക്ക് ഞാൻ ആദ്യമൊക്കെ ഇൻസ്റ്റൻറ്റ് സിർലാക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുമായിരുന്നു കേട്ടോ ചെയ്തിരുന്നത്. പിന്നെയാണ് എനിക്ക് തോന്നിയത് അത് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുന്നതല്ലേ, നമുക്ക് കുറച്ചുകൂടി ഒരു വിശ്വാസമാകുമല്ലോ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ. പിന്നെ നല്ല റേറ്റും വരുന്നുണ്ട് കേട്ടോ സിർലാക്ക്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ 400 രൂപയോളം വരുന്നുണ്ട്. പക്ഷെ നമ്മളിത് വീട്ടിൽ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒരു വിശ്വാസമായി, പിന്നെ ക്യാഷ് അത്ര ചിലവും ഇല്ലല്ലോ. അപ്പോൾ ലച്ചുമോൾക്ക് ഇത് കൊടുക്കുന്നത് അവൾ നല്ല രീതിക്ക് കഴിക്കുന്നുണ്ട്. അവൾ ആദ്യം സിർലാക്ക് നന്നായി കഴിച്ചിരുന്നത് തന്നെയാണ്, പക്ഷേ ഇത് കൊടുക്കുമ്പോഴും അവൾ നന്നായി കഴിക്കുന്നുണ്ട് കേട്ടോ. മധുരം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, അതല്ലെങ്കിൽ മധുരം ഇഷ്ടമില്ലാത്ത കുട്ടികളാണ്, ചില കുട്ടികൾക്ക് മധുരം വേണം നിർബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മധുരം ആഡ് ചെയ്യാതെ തന്നെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. താങ്ക്